ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഈ ഒരു ഫിഷിനെ കണ്ടോ നിങ്ങൾ, മെയിലും ഫീമെയിലുമാണത്. എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇതിനെ കാണാൻ. ഇതിൻ്റെ പേര് തന്നെ ആൽബിനോ ഫുൾ റെഡ് ഷാർക്ക് സീഫിൻ എന്നാണ്. ആ പേരിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുള്ളതാണത്. ഇതിൻ്റെ ഫസ്റ്റ് ബാച്ചാണ് ഇപ്പോൾ നമ്മളെ അടുത്തുള്ളത്. AFRൽ പ്രത്യേകിച്ച് സോളിഡ് കളേഴ്സിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ഐറ്റം ആണ് ഇതെന്ന് പറയാം. ഇന്ത്യയിൽ അധികം പെയേഴ്സൊന്നും ഇതിൻ്റെ ഇറങ്ങിയിട്ടില്ല. നമ്മളടുത്ത് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇപ്പോൾ ഉള്ളത്. എന്നും ഡിമാൻഡുള്ളൊരു ഫിഷ് തന്നെയാണ് ഈ ആൽബിനോ വെറൈറ്റീസ്, ആൽബിനോ ഫുൾ റെഡ് വെറൈറ്റീസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട്. ആൽബിനോ ഫുൾ റെഡ്, ഫ്ലവർ ഡോഴ്സൽ, ഡെൽറ്റ ടൈൽ, ഹൈ ഡോഴ്സൽ, ഫാൻ ടൈൽ, ഇങ്ങനെ പലതും ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ലാസ്റ്റ് ഇറങ്ങിയേക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു സംഭവം. നമ്മളിപ്പോൾ ഇത് സെയിൽ തുടങ്ങുന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്നത് ട്രയോ ആയിട്ടാണ്. അതായത് ഒരു സീഫിൻ ടൈപ്പുള്ള ഒരു ഫീമെയിലും അതിനോടൊപ്പം തന്നെ ഒരു നോർമൽ ഫീമെയിലും ഒരു മെയിലും ചേർത്തിട്ടാണ് നമ്മൾ ട്രയോ ആയിട്ട് ഇത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിങ് ആണ്. വിങ് നല്ല ഗൾ വിങ് ആണ്. പിന്നെ ഇത് വലുതായതിനനുസരിച്ച് ഇതിൻ്റെ ഷാർക്ക് സീഫിൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതും ഇങ്ങനെ വലുതായി വരും. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ഒരു സീ ടൈപ്പാണ്. അതുപോലെ ഷാർക്കിൻ്റെ ഒരു കൂർത്ത ഫൈൻ ആണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഷാർക്ക് വരുന്ന ഫീലാണ് ശരിക്കും. സോളിഡ് കളറിൽ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനു മുമ്പ് സോളിഡ് കളേഴ്സിൽ സീഫിൻ ആയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ളത് ആൽബിനോ ബ്ലൂ ടോപ്പാസ് ആണ്. ആൽബിനോ ബ്ലൂ ടോപ്പാസ് സീഫിൻ ഗൾവിങ് ആണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സോളിഡ് കളറിൽ നമുക്കതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ആൽബിനോ ബ്ലൂ ടോപ്പാസ് ആയിട്ട് തന്നെയാണ്. പക്ഷേ ആൽബിനോ ബ്ലൂ ടോപ്പാസ് സീഫിനിന് ഒരു ലൈറ്റ് കളറായതുകൊണ്ട് തന്നെ എപ്പോഴും കുറച്ചും കൂടെ ഡിമാൻഡ് നിൽക്കുന്നത് ഈ ആൽബിനോ ഫുൾ റെഡിൻ്റെ ഈ ഒരു സീഫിനാണ്. പ്രത്യേകിച്ച് അറിയാമല്ലോ, ആൽബിനോ ഫുൾ റെഡ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ഗപ്പികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കളക്ട് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ ആൽബിനോ ഫുൾ റെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ ഇത് അധികം ആരടുത്തും അങ്ങനെ എത്തിയില്ല. അതുകൊണ്ട് തന്നെ F1 ബാച്ച് എടുത്ത് ചെയ്യുന്ന ഒരാൾക്ക് റീസെയിൽ കിട്ടാൻ നല്ല ചാൻസ് ഉള്ള ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ഐറ്റമാണ് ഈ ആൽബിനോ ഫുൾ റെഡ് ഷാർക്ക് സീഫിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ കയ്യിലെത്തിയിട്ട് അങ്ങനെ ഒരു 3 മാസമായിട്ടുള്ളൂ. ഈ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം സൈസിലാണ് കേട്ടോ നമ്മളിപ്പോൾ ബ്രീഡിംഗ് പെയറായിട്ട് ഇത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഏകദേശം ഒരു 2.5 മാസം പ്രായമായിട്ടുള്ള ഫിഷസാണ്. ഫസ്റ്റ് ബ്രീഡിംഗ് സൈസിലേക്ക് വരുന്നുള്ളൂ. ജസ്റ്റ് ക്രോസ് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. മെയിൽ ആൻഡ് ഫീമെയിലും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ക്രോസ് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു ഫിഷിൽ നിന്ന് ഏകദേശം ഒരു 5 ബ്രീഡ് എങ്കിലും ഇറങ്ങും എന്നുള്ളതാണ് നമ്മളൊരു കണക്ക്. അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള രോഗങ്ങളൊന്നും ഇല്ലാതെ പോയാൽ ഒരു 5 ബ്രീഡ് വരെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ബ്രൂഡ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഫസ്റ്റ് ബ്രീഡിങ് തൊട്ട് നമ്മൾ എടുക്കുമ്പോഴാണ് ആ ഒരു ഫിഷിന് പഴക്കം വന്ന് നല്ല രീതിയിൽ തന്നെ ഈ 5 ബ്രീഡും കിട്ടുക. ഒന്നാമത്തെ ബ്രീഡോ രണ്ടാമത്തെ ബ്രീഡോ ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഫിഷ് ഒരു ലാസ്റ്റ് സ്റ്റേജിലെത്തുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അതിൻ്റെ പഴക്കത്തിൻ്റെ ഒക്കെ അനുസരിച്ച് അതിന് സ്ട്രെസ് വന്നിട്ട് രോഗങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതെന്ന് പറയുന്നത് ഈ യങ്ങാണ്, എനർജറ്റിക്കാണ്. ഫസ്റ്റ് ബ്രീഡിങ് സൈസ് തൊട്ട് തന്നെ ഫസ്റ്റ് ബ്രീഡിങ്ങിൽ ഒരു 7-8 കുട്ടികളെ കിട്ടിയാലും രണ്ടാമത്തെ ബ്രീഡ് ആകുമ്പോഴേക്കും നല്ല ഫീഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ കുട്ടികളെ കിട്ടാനുള്ള ചാൻസ് നമുക്ക് ഈ പെയറിൽ നിന്ന് കിട്ടും. ഇതൊരു സോളിഡ് കളർ ആയതുകൊണ്ട് തന്നെ നല്ല ഫീഡ് തന്നെ കൊടുക്കുകയാണെങ്കിലാണ് മറ്റുള്ള കളേഴ്സൊന്നും കയറാതെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല ഫീഡ് എന്ന് പറയുമ്പോൾ ആർട്ടിമിയ, അതുപോലെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പെല്ലറ്റ് ഫീഡ്. പെല്ലറ്റിൽ തന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം. ഫാൻസി ഗപ്പി ഉണ്ട്, അജിലീസിൻ്റെ, പാണ്ടോര ഉണ്ട്. അങ്ങനെ ഏത് ഫുഡും നമുക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നല്ല ഫുഡ് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ മൾട്ടി കളേഴ്സൊക്കെ കയറി വരും. പിന്നെ ഫുഡ് നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിനിമം ഈ പ്രായമൊക്കെ ആകുമ്പോൾ ഒരു 4 നേരമെങ്കിലും നമ്മൾ കൊടുക്കണം. ആർട്ടിമിയാണെങ്കിൽ ആർട്ടിമിയിൽ 4 നേരം ഫീഡ് ചെയ്യണം. കാരണം യങ് ആയതുകൊണ്ട് കൂടുതൽ ഫുഡ് കഴിക്കാനും അതിന് പ്രോട്ടീൻ കണ്ടൻറ്റൊക്കെ വളരെ അത്യാവശ്യമുള്ളൊരു സമയമാണ്. അപ്പോൾ അങ്ങനെ കൊടുത്താൽ അതിൻ്റെ ബോഡി തിക്നെസ്സും ഷാർക്ക് സീഫിനെല്ലാം നല്ല രീതിയിൽ തന്നെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഫിഷിനെ സംബന്ധിച്ച് അറിയാനും ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ താഴത്ത് വാട്സപ്പ് നമ്പർ കൊടുക്കാം. അതിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഫിഷിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫിഷുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ.